Hi, hello everyone. XPCA Sanjay. So welcome back to next part of our chapter number 5, audit of items of FS. Sir, ഇതേത് നോട്ട്സ് ആണ് സർ? ഡോണ്ട് വറി, ഈ നോട്ട്സ് ഞാൻ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാം. സി, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് ഒരുപാട് ഐറ്റംസ് ഉണ്ട്, 100 pages ഒക്കെ ഉണ്ട്. 100 pages ഒന്നും നമ്മളെ കൊണ്ട് വായിച്ച് തീർക്കാൻ പറ്റത്തില്ല. സോ അതിന്റെ ഒരു കട്ട് ഷോർട്ട് ആയിട്ടൊരു PDF ഞാൻ പ്രൊവൈഡ് ചെയ്യാം. So you can learn items of FS from this particular PDF. This PDF is available in our Telegram channel. And if you are not having Telegram channel, just WhatsApp us. We will send you this particular PDF. Okay, Nada? Yes. So yesterday we learned about the introduction areas, assertions ഒക്കെ നമ്മൾ നോക്കി അല്ലേ. സോ ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് കുറച്ച് ഇമ്പോർട്ടൻറ്റ് ഡിസ്ക്ലോഷേഴ്സ് ആണ്. ബിക്കോസ് സോറി ബിക്കോസ് നിങ്ങൾ കഴിഞ്ഞ 2, 3, 4 അറ്റംപ്റ്റ് നോക്കുവാണെങ്കിൽ ഡിസ്ക്ലോഷേഴ്സ് ഏരിയയിൽ നിന്നും ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. സോ നമുക്ക് ഈ ഡിസ്ക്ലോഷർ ഏരിയയിൽ നിന്നുള്ള ചോദ്യങ്ങളൊന്നും ആദ്യം കംപ്ലീറ്റ് ചെയ്യാം. ഡിസ്ക്ലോഷർ ഏരിയസ് കംപ്ലീറ്റ് ചെയ്ത ശേഷം നമുക്ക് പിന്നീട് P&L അക്കൗണ്ടും ബാലൻസ് ഷീറ്റ് ഐറ്റംസും പഠിച്ചു നോക്കാം. സോ ദ വെരി ഫസ്റ്റ് ഡിസ്ക്ലോഷർ ഐറ്റം that we are going to learn right now is CSR. എന്താണ്? Corporate Social Responsibility, something which you are already learning in SA, not SA, section 135 അല്ലെ. സെക്ഷൻ 135 കമ്പനീസ് ആക്ട് നിങ്ങൾ ഓൾറെഡി ഈ പറഞ്ഞ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. അതേപോലെ നമ്മുടെ കാരോനകത്തുള്ള ക്ലോസ് നമ്പർ 2020 അല്ലെ, ക്ലോസ് നമ്പർ 20, ഹോപ്പ് യു റിമെമ്പർ ദിസ് അല്ലെ. ക്ലോസ് നമ്പർ 20 നിങ്ങൾ ഈ പറഞ്ഞ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. ഓക്കെ, സോ ഇവിടെ എന്താണ് ആക്ച്വലി പറയുന്നത്? സോ ആസ് ഫാർ ആസ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, ഒരു കമ്പനി CSR ആക്ടിവിറ്റീസിന് വേണ്ടി പൈസ ചെലവാക്കിയിട്ടുണ്ടെങ്കിൽ എന്താണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത്? ഫസ്റ്റ് വൺ, എമൗണ്ട് റിക്വയർഡ് ടു ബി സ്പെൻഡ്. എത്ര എമൗണ്ട് ആണ് CSR വേണ്ടി ചെലവാക്കേണ്ടിയിരുന്നത്? Amount spent അല്ല, amount required to be spent. Say for example, amount required to be spent is 100 crore. Okay, 100 crore rupees ആണ് നമ്മൾ ഓഡിറ്റ് ചെയ്യുന്ന കമ്പനി. The amount required to be spent by the company is 100 CR. So you have to report it. Amount required to be spent by the company 100 CR. Amount of expenditure incurred out of 100 crore. എത്ര amount actually incur ചെയ്തിട്ടുണ്ട്? Actually CSR activities ചെലവാക്കിയിട്ടുണ്ട്. So point number 1, what are we supposed to disclose? Amount required to be spent. Second point, amount actually spent. Say for example, out of 100 CR, they have spent 75 CR. 75 crores ചെലവാക്കി. So എത്ര ഷോർട്ട് ഫോൾ വരുന്നത്? സർ 25 CR ഷോർട്ട് ഫോൾ വരുന്നുണ്ട്. 25 CR ഷോർട്ട് ഫോൾ വരുന്നുണ്ട്. ശരിയല്ലടാ? ശരിയല്ലേ? യെസ്. സോ ദ എമൗണ്ട് ഓഫ് എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് 75 CR, ഷോർട്ട് ഫോൾ അറ്റ് ദ എൻഡ് ഓഫ് ദ ഇയർ 25 CR. ഓക്കെ, ടോട്ടൽ ഓഫ് പ്രീവിയസ് ഇയർ ഷോർട്ട് ഫോൾ. കഴിഞ്ഞ വർഷം എത്ര ഷോർട്ട് ഫോൾ ഉണ്ടായിരുന്നു? ടോട്ടൽ ഓഫ് പ്രീവിയസ് ഇയേഴ്സ് ഷോർട്ട് ഫോൾ. കഴിഞ്ഞ വർഷങ്ങളിൽ എത്ര ഷോർട്ട് ഫോൾ ഉണ്ടായിരുന്നു? സേ ഫോർ എക്സാമ്പിൾ, കഴിഞ്ഞ വർഷം ഒരു 25 CR ഷോർട്ട് ഫോൾ ഉണ്ടായിരുന്നു. Okay, what is the reason for shortfall? The company was required to spend 100 CR, but they were able to spend only 75 CR. What is the reason for shortfall? You have to specify the reasons. Now, nature of CSR activities. Okay, they have spent 75 CR, right? How they have spent this 75 CR? Nature of CSR activity. What kind of corporate social responsibility activities were done by the company? What are the nature of CSR activities? Next, details of related party transactions. Example, contribution to a trust controlled by company. Okay, നമ്മുടെ കമ്പനി CSR ആക്ടിവിറ്റീസ് വേണ്ടി പൈസ ചെലവാക്കണം. ആർക്ക് വേണ്ടി ചെലവാക്കിയത്? അവരെന്ത് ചെയ്തു എന്ന് വെച്ചാൽ അവരുടെ തന്നെ റിലേറ്റഡ് പാർട്ടീസിലുള്ള കമ്പനീസിലേക്ക് ഈ പൈസ ചെലവാക്കി. ഡീറ്റെയിൽസ് ഓഫ് റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻ. അങ്ങനെ എന്തെങ്കിലും ചെലവാക്കിയിട്ടുണ്ടെങ്കിൽ ആസ് എൻ ഓഡിറ്റർ വി ഷുഡ് റിപ്പോർട്ട്. സർ മനസ്സിലായില്ല സർ? സേ ഫോർ എക്സാമ്പിൾ, ഐ എം ABC എന്ന് പറയുന്ന കമ്പനിയാണ് ഞാൻ ഓഡിറ്റ് ചെയ്യുന്നത്. ഓക്കെ, അവർക്ക് 100 CR rupees, 100 crore rupees ഈ വർഷം CSR ആക്ടിവിറ്റീസ് വേണ്ടി ചെലവാക്കണം. അവർ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, ദാറ്റ് ഇസ് എ ട്രസ്റ്റ് വിച്ച് ഇസ് കൺട്രോൾഡ് ബൈ ഈ കമ്പനിയുടെ, സേ ഫോർ എക്സാമ്പിൾ, സബ്സിഡറി കമ്പനിയാണ് XYZ, ആൻഡ് ദിസ് ട്രസ്റ്റ് ഈസ് കൺട്രോൾഡ് ബൈ XYZ. സോ ABC കമ്പനി 100 crore 75 CR ചെലവാക്കി. എങ്ങനെ? 75 CR has been provided to this trust itself. So can we call this trust as a related party transaction? ABC the subsidiary company who control ചെയ്യുന്ന ട്രസ്റ്റ് അല്ലേ ഇത്? Yes. So അത്തരത്തിൽ വല്ല ട്രാൻസാക്ഷൻസ് ഉണ്ടെങ്കിൽ you should report details of related party transactions. Okay, and where a provision is made with respect to the liabilities incurred by entering into a contractual obligation, the movement in the provision. എന്തെങ്കിലും പ്രൊവിഷൻ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ഈ CSR ആക്ടിവിറ്റീസുമായി ബന്ധപ്പെട്ട് ചെലവാക്കാനുള്ള പൈസയുടെ അല്ലെങ്കിൽ CSR ആക്ടിവിറ്റീസുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ലയബിലിറ്റീസ് ഇൻകർ ആയിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രൊവിഷൻ ക്രിയേറ്റ് ഉണ്ടെങ്കിൽ ആ പ്രൊവിഷനിലുള്ള മൂവ്മെന്റ്, ആ പ്രൊവിഷനിലെ പൈസ എന്തെങ്കിലും മാറ്റി വെക്കുകയോ അല്ലെങ്കിൽ എടുക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പ്രൊവിഷനുള്ള മൂവ്മെന്റ് ഷുഡ് ഓൾസോ ബി ഷോൺ സെപ്പറേറ്റ്ലി. So what are the things you have to disclose in case of CSR? Very simple da, എന്താ പറഞ്ഞത് അവിടെ? Amount to be expended, amount to be
expended. എത്ര പൈസ ശരിക്കും ചെലവാക്കേണ്ടത്. ഓക്കെ. സെക്കൻഡ്, എമൗണ്ട് ആക്ച്വലി എക്സ്പെൻഡ്, എത്രയാണ് ആക്ച്വലി ചെലവാക്കിയിട്ടുള്ളത്. ഓക്കെ. ഷോർട്ട് ഫോൾ, എത്ര കുറവായി. ഷോർട്ട് ഫോൾ ഫോർ പ്രീവിയസ് ഇയർ. റീസൺസ് ഫോർ ഷോർട്ട് ഫോൾ. ഓക്കെ ആണോ. കോൺട്രിബ്യൂഷൻസ് ടു related party transactions. Okay, contributions to details of related party transactions. Our company has made the CSR activities to a trust which is controlled by the company. നമ്മുടെ തന്നെ കമ്പനി കൺട്രോൾ ചെയ്യുന്ന ട്രസ്റ്റിലേക്കാണ് പൈസ ചെലവാക്കിയതെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ്. ആൻഡ് ഫൈനലി, ഇഫ് ദാറ്റ് ഇസ് എനി മൂവ്മെന്റ് ഇൻ ദ പ്രൊവിഷൻസ്, ഇഫ് ഒരു പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് with respect to the liabilities incurred by entering into the contractual obligations. CSR activities ബന്ധപ്പെട്ട എന്തെങ്കിലും liability incur ചെയ്തിട്ടുണ്ട്, അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും provisions create ചെയ്തിട്ടുണ്ടെങ്കിൽ ആ provisionൽ വരുന്ന മൂവ്മെന്റും നമ്മൾ should be shown separately. This is all about our CSR activities. Am I clear to you? Yes, sir. Next, we're in the Benami transaction. I think this has been already asked in the exam. This is a previous year question, so I'm not expecting this question for your upcoming exam anyway. So anyway, since it is there in the study material, if we read നമ്മുടെ റിസ്ക് അത്രയും കുറഞ്ഞല്ലേ. സോ ഡീറ്റെയിൽസ് ഓഫ് ബിനാമി പ്രോപ്പർട്ടി ട്രാൻസാക്ഷൻ. ഈ ബിനാമി പ്രോപ്പർട്ടിയെ പറ്റി നമ്മൾ കാരോൾ എവിടെ കേട്ടിട്ടുണ്ട്? എവിടെയാണ്? പാരഗ്രാഫ് 3-നകത്ത്, കാരോയുടെ ക്ലോസ് നമ്പർ 1-നകത്ത്, സബ് ക്ലോസ് 5. ഡു യു റിമെമ്പർ? ബിനാമി പ്രോപ്പർട്ടീസ്, കമ്പനി വല്ല ബിനാമി പ്രോപ്പർട്ടീസ് ഹോൾഡ് ചെയ്തെങ്കിൽ വി ഹാവ് ടു റിപ്പോർട്ട് എന്ന് പറയുന്നുണ്ട് അല്ലെ. അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രൊസീഡിങ്സ് കമ്പനിക്ക് കേസ് ഉണ്ടെങ്കിൽ അത് പ്രോപ്പർലി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ടോ എന്ന് നമ്മൾ കാരോനകത്ത് പഠിച്ചിട്ടുണ്ട്. കാരോ ക്ലോസ് നമ്പർ 1 സബ് ക്ലോസ് നമ്പർ 5 പഠിച്ചിട്ടുണ്ട്. ഇവിടെ എന്താണ് നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യേണ്ടത്? ദ കമ്പനി ഷാൽ ഡിസ്ക്ലോസ് ദ ഫോളോവിങ് ഡീറ്റെയിൽസ് ഓഫ് സച്ച് പ്രോപ്പർട്ടി. What do you mean by Benami property? The Benami property is a property which is held in the name of the company, but it is actually enjoyed by some other person. കമ്പനിയുടെ ഓണർഷിപ്പ്, ആ പ്രോപ്പർട്ടിയുടെ ഓണർഷിപ്പ്, ബിനാമി പ്രോപ്പർട്ടിയുടെ ഓണർഷിപ്പ് നമ്മുടെ കമ്പനിയുടെ പേരിലാണ്. പക്ഷെ അതിന്റെ ആക്ച്വൽ ബെനിഫിറ്റ് ആർക്കാണ് കിട്ടുന്നത്? വേറെ തേർഡ് പാർട്ടിക്കാണ്. ഓക്കെ. അതിന്റെ ആക്ച്വൽ ബെനിഫിഷ്യറി ആരാണ്? വേറൊരാളാണ്. സേ ഫോർ എക്സാമ്പിൾ ഇപ്പൊ പറയാണ് സഞ്ജയുടെ പേരിലൊരു ബിൽഡിംഗ് ഉണ്ട്. ഓക്കെ. ഈ ബിൽഡിംഗ് സഞ്ജയുടെ പേരിലല്ലേ, പക്ഷെ ഈ ബിൽഡിങ്ങിൽ നിന്ന് കിട്ടുന്ന റവന്യൂ മൊത്തം ആർക്കാണ് പോകുന്നത്? സേ ഫോർ എക്സാമ്പിൾ വിഷ്ണു എന്ന് പറഞ്ഞൊരു വ്യക്തിക്കാണ് പോകുന്നത് വിചാരിക്കുക. സോ വിഷ്ണുയുടെ ബിനാമിയാണ് ആര്? സഞ്ജയ് is holding this property on behalf of വിഷ്ണു. സോ പേര് സഞ്ജയിന്റെ ആണുള്ളത്, പക്ഷെ ഇതിന്റെ ബെനിഫിറ്റ് ഒക്കെ ആർക്കാണ് കിട്ടുന്നത്? വിഷ്ണുക്കാണ് കിട്ടുന്നത്. സോ സഞ്ജയ് ഇസ് ദ ബിനാമി ഓഫ് വിഷ്ണു. സോ ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്? ഡീറ്റെയിൽസ് ഓഫ് സച്ച് പ്രോപ്പർട്ടി. അത്തരം പ്രോപ്പർട്ടീസുകളുടെ ഡീറ്റെയിൽസ് പ്രൊവൈഡ് ചെയ്യുക. എത്ര എമൗണ്ടിന്റെ പ്രോപ്പർട്ടിയാണ്, ഇതിന് ശരിക്കും ബെനിഫിഷ്യറി ആരാണ്? ഈ അസറ്റിൽ നിന്നും കിട്ടുന്ന ബെനിഫിറ്റ്സ് ഒക്കെ ശരിക്കും ആർക്കാണ് കിട്ടുന്നത്? ഈ പ്രോപ്പർട്ടി ബുക്സിൽ കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് ബാലൻസ് ഷീറ്റിൽ എവിടെയാണോ കാണിച്ചിട്ടുള്ളത്? If the property is in the books, then the reference to the items in the balance sheet. The property is not in the books in the കാണിച്ചിട്ടില്ല, ഈ ബിനാമി പ്രോപ്പർട്ടി കമ്പനിയുടെ ബാലൻസ് ഷീറ്റിൽ കാണിച്ചിട്ടില്ലെങ്കിൽ the fact shall be stated with reason. എന്തുകൊണ്ട് കാണിച്ചില്ല? ഓക്കെ. ഇനി ഈ ബിനാമി പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്തതുമായി ബന്ധപ്പെട്ട് കമ്പനിക്ക് അഗേൻസ്റ്റ് ഒരു കേസ് ഉണ്ടെന്ന് വിചാരിക്കാം. വേർ ദാറ്റ് ഇസ് പ്രൊസീഡിംഗ് അഗേൻസ്റ്റ് ദ കമ്പനി അണ്ടർ ദിസ് ലോ ആസ് ആൻ അബെറ്റർ. വാട്ട് ഡു യു മീൻ ബൈ അബെറ്റർ? അബെറ്റർ എന്ന് പറഞ്ഞാൽ അബെറ്ററിന്റെ മീനിങ് ഞാനൊന്ന് ഗൂഗിൾ ചെയ്യട്ടെ. എനിക്ക് അറിയാം, പക്ഷെ അത് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത് എനിക്കും അറിയില്ല. ഓക്കെ. സോ അബെറ്റർ മീനിങ് അബെറ്റർ person who encourages or assists to do some crime. A person who encourages or assists to do some crime. Person who encourages to commit crime. സോ ഇത്തരം ഒരു ബിനാമി ട്രാൻസാക്ഷനിൽ ഏർപ്പെടുത്താൻ വേണ്ടിയിട്ട് കമ്പനി തന്നെയാണോ മുൻകൈ എടുത്തത്? If there is a proceeding against the company under the law as an abettor of the transaction or as a transferor, then the details should be provided. Abettor എന്ന് പറയുന്നതാണ് a person who encourages to commit the crime. അപ്പൊ ഇത്തരത്തിലൊരു ട്രാൻസാക്ഷൻ ഏർപ്പെടാൻ കമ്പനി തന്നെയാണ് മുൻകൈ എടുത്തിട്ടുള്ളത്. As auditor we should report that. പിന്നെ nature of proceedings, status of the same company's view. എന്ത് ടൈപ്പ് ഓഫ് കേസ് ആണ് ഇപ്പൊ കമ്പനിക്ക് അഗേൻസ്റ്റ് ഉള്ളത്? ആ കേസിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? സ്റ്റാറ്റസ് എന്താണ്? കമ്പനി ജയിക്കാനാണോ ആയിട്ടുള്ളത്, തോൽക്കാനാണോ ആയിട്ടുള്ളത്? ഈ കേസിനെ കുറിച്ചുള്ള കമ്പനിയുടെ അഭിപ്രായം എന്താണ്? വ്യൂസ് എന്താണ്? സോ വെരി സിമ്പിൾ ടോപ്പിക് ആണ്. സി ജസ്റ്റ് ഇമാജിൻ, നിങ്ങൾ എന്റെ കമ്പനി ഓഡിറ്റ് ചെയ്യണം. അപ്പൊ എന്റെ കമ്പനി ഒരു ബിനാമി പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യുന്നുണ്ട്. എന്താ ബിനാമി പ്രോപ്പർട്ടി ഹോൾഡ് എന്ന് പറയുന്നത്? ഈ കമ്പനിയുടെ ഉടമസ്ഥൻ ഞാനാണ്, പക്ഷെ ആക്ച്വലി ഈ പ്രോപ്പർട്ടിയുടെ ഉടമസ്ഥൻ ഞാനാണ്, പക്ഷെ ഈ പ്രോപ്പർട്ടിയുടെ ബെനിഫിറ്റ്സ് ഒക്കെ വേറൊരാൾക്കാണ് കിട്ടുന്നത്. സോ അങ്ങനെയാണെങ്കിൽ ആ പ്രോപ്പർട്ടിയുടെ ഡീറ്റെയിൽസ്, അതിന്റെ എമൗണ്ട് എത്രയാണ്, ആ വേറൊരാളുണ്ടല്ലോ ആക്ച്വലി ബെനിഫിറ്റ് കിട്ടുന്ന അയാളുടെ ഡീറ്റെയിൽസ്. ഇനി ഈ പ്രോപ്പർട്ടി എന്റെ ബുക്സിനകത്ത് ഉണ്ടെങ്കിൽ ബാലൻസ് ഷീറ്റിൽ എവിടെയാണ്
ഉള്ളത്, ബുക്സിനകത്ത് ഇല്ലെങ്കിൽ അതിന് കാരണം എന്താണ്? ഇനി ഈ പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട് കമ്പനിക്ക് കേസ് നടക്കുന്നുണ്ടെങ്കിൽ അത് അബറ്റർ ആയിട്ടാണോ ട്രാൻസ്ഫർ ആയിട്ടാണോ, അതോ അതേപോലെ എന്തൊക്കെ കേസാണ് ഉള്ളത്, അതിന്റെ സ്റ്റാറ്റസ് എന്താണ്, ഇതിന് ഈ കേസുമായി ബന്ധപ്പെട്ട് കമ്പനിയുടെ അഭിപ്രായം എന്താണ്, കമ്പനീസ് വ്യൂസ് എന്താണ്, ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത് ആസ് ആൻ ഓഡിറ്റർ നിങ്ങൾ കമ്പനി ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ടോ നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത്. ഇത്രയും കാര്യങ്ങളാണ് കമ്പനി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ടോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത്. ഓക്കെ ആണോടാ? ഫൈൻ ആണോടാ? യെസ്. നെക്സ്റ്റ്, റിലേഷൻഷിപ്പ് വിത്ത് സ്ട്രക്ക് ഓഫ് കമ്പനീസ്. What do you mean by struck of companies? See, when a company is incorporated, register of companies ആ കമ്പനിയുടെ പേര് വരും. Say for example, ഇപ്പോൾ ഒരു കമ്പനി ഫോം ചെയ്യണം, കമ്പനിയുടെ പേരാണ് സഞ്ജയ് പ്രഭു ലിമിറ്റഡ്. അപ്പൊ ഇങ്ങനെ ഒരു കമ്പനിയുടെ പേര് എവിടെ വരും? നമ്മുടെ രജിസ്റ്റർ ഓഫ് കമ്പനീസ് വരും. സോ നമ്മുടെ കമ്പനി കൃത്യമായിട്ടും കമ്പനീസ് ആക്ടിൽ പറഞ്ഞ കാര്യങ്ങളൊന്നും കംപ്ലൈ ചെയ്യുന്നില്ലെങ്കിൽ നമ്മുടെ കമ്പനി എന്ത് ചെയ്യും? സ്ട്രക്ക് ഓഫ് കമ്പനിയാണ്, നമ്മുടെ പേര് കട്ട് ഓഫ് ആവും, സ്ട്രക്ക് ഓഫ് ആവും. ഓക്കെ, സോ ദ കമ്പനി റിലേഷൻഷിപ്പ് വിത്ത് സ്ട്രക്ക് ഓഫ് കമ്പനി, നമ്മുടെ കമ്പനി നമ്മൾ ഓഡിറ്റ് ചെയ്യുന്ന കമ്പനിക്ക് വേറൊരു സ്ട്രക്ക് ഓഫ് കമ്പനി ആയിട്ട് എന്തെങ്കിലും റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ whether the company has disclosed such following details. Name of the struck of company. Just a second. Name of the struck of company. Struck of company എന്താണെന്ന് മനസ്സിലായോ? രജിസ്റ്റർ ഓഫ് കമ്പനീസിൽ നിന്നും ആ കമ്പനിയുടെ പേര് സ്ട്രൈക്ക് ഓഫ് ചെയ്തിട്ടുണ്ട്, സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ട്. സോ നമ്മുടെ കമ്പനിക്ക് ആ സ്ട്രൈക്ക് ഓഫ് ചെയ്ത കമ്പനിയുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ ആദ്യം ആ കമ്പനിയുടെ പേര് പറയാം, ഏത് കമ്പനിയാണ്. സേ ഫോർ എക്സാമ്പിൾ ഞാൻ ഓഡിറ്റ് ചെയ്യുന്നത് ABC ലിമിറ്റഡ് കമ്പനിയാണ്. സ്ട്രക്ക് ഓഫ് ചെയ്ത കമ്പനിയുടെ പേര് എന്താണ്? സഞ്ജയ് പ്രഭു ലിമിറ്റഡ്. സോ ആദ്യം നെയിം ഓഫ് ദ സ്ട്രക്ക് ഓഫ് കമ്പനി എന്താണ്? സഞ്ജയ് പ്രഭു ലിമിറ്റഡ്. നേച്ചർ ഓഫ് ട്രാൻസാക്ഷൻ വിത്ത് സ്ട്രക്ക് ഓഫ് കമ്പനി, നമ്മൾ ഓഡിറ്റ് ചെയ്യുന്ന കമ്പനിയായ ABCക്ക് ഈ സഞ്ജയ് പ്രഭു കമ്പനിയുമായിട്ട് എന്തെങ്കിലും ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ടെങ്കിൽ ആ ട്രാൻസാക്ഷൻസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ്, എന്തെങ്കിലും ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടെങ്കിൽ ഈ സ്ട്രക്ക് ഓഫ് കമ്പനീസിൽ നമ്മൾ ഓഡിറ്റ് ചെയ്യുന്ന കമ്പനിക്ക് എന്തെങ്കിലും ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടെങ്കിൽ, അവിടെ എന്തെങ്കിലും പൈസ കിട്ടാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും പൈസ കൊടുക്കാനുണ്ടെങ്കിൽ, ഷെയർസ് ഹെൽഡ് ബൈ ദ സ്ട്രക്ക് ഓഫ് കമ്പനി, നമ്മുടെ കമ്പനിയുടെ എന്തെങ്കിലും ഷെയർസ് സ്ട്രക്ക് ഓഫ് കമ്പനി ഹോൾഡ് ചെയ്യുന്നുണ്ടോ, അതർ ഔട്ട്സ്റ്റാൻഡിങ് ബാലൻസസ്, ബാലൻസ് ഔട്ട്സ്റ്റാൻഡിങ് എത്ര പൈസ കിട്ടാനുണ്ട്, ആൻഡ് ദ റിലേഷൻഷിപ്പ് വിത്ത് ദ സ്ട്രക്ക് ഓഫ് കമ്പനി ഷുഡ് ഓൾസോ ബി ഡിസ്ക്ലോസ്. ആ കമ്പനിയുമായിട്ടുള്ള എന്താ ബന്ധം എന്താണ്, അതിന്റെ സബ്സിഡിയറി കമ്പനിയാണോ ഹോൾഡിംഗ് കമ്പനിയാണോ, if at all there is any relationship, you should disclose such relationship. So it's a very simple topic. Just imagine, ഒന്നുകൂടി പറഞ്ഞുതരാം, നമ്മൾ ഓഡിറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്ന കമ്പനി ABC. ഈ ABC കമ്പനിക്ക് വേറൊരു കമ്പനി ഉണ്ട്, സഞ്ജയ് എന്ന് പറഞ്ഞൊരു കമ്പനി. ആ കമ്പനിയുമായിട്ട് എന്തോ റിലേഷൻഷിപ്പ് ഉണ്ട്, പക്ഷേ ഈ സഞ്ജയുടെ കമ്പനിയുടെ പേര് സ്ട്രൈക്ക് ഓഫ് ആയിട്ടുണ്ട്. രജിസ്ട്രാർ ഓഫ് കമ്പനീസിൽ നിന്നും രജിസ്ട്രാർ ഈ കമ്പനിയുടെ പേര് സ്ട്രൈക്ക് ഓഫ് ആയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ കമ്പനി, നമ്മുടെ ABC കമ്പനി എന്തൊക്കെയാണ് ഡിസ്ക്ലോസ് ചെയ്യേണ്ടത്? ഒന്ന്, നെയിം ഓഫ് ദ സ്ട്രൈക്ക് ഓഫ് കമ്പനി, നെയിം ഓഫ് ദ സ്ട്രക്ക് ഓഫ് കമ്പനി, ഏത് കമ്പനിയാണ്? ഓക്കെ, നോക്കി, നെയിം ഓഫ് ദ സ്ട്രക്ക് ഓഫ് കമ്പനി. ആ കമ്പനിയുമായിട്ട് എന്തെങ്കിലും ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ടോ, നേച്ചർ ഓഫ് ട്രാൻസാക്ഷൻ, എന്തെങ്കിലും ആ കമ്പനി, നമ്മൾ ഓഡിറ്റ് ചെയ്യുന്ന കമ്പനിക്ക് ആ കമ്പനിയിൽ കുറച്ച് ഇൻവെസ്റ്റ്മെന്റ്സ് ഉണ്ടോ, പിന്നെ ആ കമ്പനിയിൽ നിന്ന് എനിക്ക് എന്തെങ്കിലും പൈസ കിട്ടാനുണ്ടോ, റിസീവബിൾസ്, ഞാൻ ആ കമ്പനിയിലേക്ക് എന്തെങ്കിലും പൈസ കൊടുക്കാനുണ്ടോ, ഷെയർസ് ഹെൽഡ് ബൈ ദ സ്ട്രക്ക് ഓഫ് കമ്പനി, ആ സ്ട്രക്ക് ഓഫ് കമ്പനി ഷെയർസ് ഹോൾഡ് ചെയ്യുന്നുണ്ടോ, അതർ ഔട്ട്സ്റ്റാൻഡിങ് ബാലൻസസ്, എന്തെങ്കിലും പൈസ, എന്തെങ്കിലും എമൗണ്ട് ബാലൻസ് ഔട്ട്സ്റ്റാൻഡിംഗ് ഉണ്ടോ, വാട്ട് ഇസ് ദ റിലേഷൻഷിപ്പ് വിത്ത് ദ സ്ട്രക്ക് ഓഫ് കമ്പനി, ഈ സ്ട്രക്ക് ഓഫ് കമ്പനിയുമായിട്ട് എന്റെ കമ്പനിക്ക് എന്ത് ബന്ധമാണുള്ളത്, ആ ബന്ധം ഞാൻ ഡിസ്ക്ലോസ് ചെയ്യണം. ദാറ്റ്സ് ഇറ്റ്. സോ നമ്മളിപ്പോൾ 3 കാര്യങ്ങളെ പഠിച്ചത്. എന്തൊക്കെയാണ്? CSR, റിലേഷൻഷിപ്പ് വിത്ത് സ്ട്രക്ക് ഓഫ് കമ്പനി, ഡീറ്റെയിൽസ് ഓഫ് ബിനാമി പ്രോപ്പർട്ടീസ് ഹെൽഡ്. ഓക്കെ ആണോ? ഇത് 3 ഓക്കെയാണോ? 4ാമത് വളരെ സിമ്പിൾ ടോപ്പിക് ആണ്, കുറെ റേഷ്യോസ് ഡിസ്ക്ലോസ് ചെയ്യണം. എന്താണ്? വാട്ട് ആർ ദ റേഷ്യോസ് ടു ബി ഡിസ്ക്ലോസ്? ഈ റേഷ്യോസിന്റെ പേരൊക്കെ നിങ്ങൾ പഠിക്കണം. ഈ റേഷ്യോസിന്റെ പേര് ഓൾറെഡി നിങ്ങൾ എവിടെ പഠിച്ചിട്ടുണ്ട്? ഫിനാൻഷ്യൽ മാനേജ്മെന്റ് പഠിച്ചിട്ടുണ്ട്. ഈ പേരൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് എന്റെ എന്റെ CA ഇന്റർ ക്ലാസ് ഓർമ്മയിലാണ്. എന്തൊക്കെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്? കറന്റ് റേഷ്യോസ്, ഡെറ്റ് ഇക്വിറ്റി റേഷ്യോസ്, ഡെറ്റ് സർവീസ് കവറേജ് റേഷ്യോ, റിട്ടേൺ ഓൺ ഇക്വിറ്റി റേഷ്യോ, ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോ, ട്രേഡ് റിസീവേഴ്സ് ടേൺ ഓവർ റേഷ്യോ, trade receivables turnover ratio എന്ന് പറഞ്ഞാൽ debtors turnover ratio. Okay, trade payables turnover ratio, net capital turnover ratio, net profit ratio, return on capital employed, return on investment. ലാസ്റ്റ് രണ്ടെണ്ണം നമുക്കറിയാം അല്ലെ, റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയ്മെന്റും റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റും. സോ ഫസ്റ്റ് എന്താണ്? കറന്റ് റേഷ്യോ, ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ, ഡെറ്റ് സർവീസ് കവറേജ് റേഷ്യോ, റിട്ടേൺ ഓൺ ഇക്വിറ്റി റേഷ്യോ, ഇൻവെന്ററി ഡെറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ, പിന്നെ എന്താണ്? ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ, നെറ്റ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ, നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ, NP റേഷ്യോ, GP റേഷ്യോ, NP റേഷ്യോ അല്ലേ. സോ ഇത്രയും റേഷ്യോസിന്റെ പേരൊന്നും നിങ്ങൾ പഠിക്കണം. എത്ര പേരുണ്ട് നോക്കിയേ? 1 2 3 4 5 6 7 8 9 10 11 11 ഉണ്ട്.
ഈ 11 പേര് ഓർത്ത് വെച്ച് ഒന്ന് പെട്ടെന്ന് ഓർത്ത് വെക്കാൻ നോക്കി. കറണ്ട് റേഷ്യോ, ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ. ഏറ്റവും അവസാനത്തെ രണ്ടെണ്ണം നമുക്ക് എന്തായാലും മറക്കില്ല. എന്താണ്? റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് റേഷ്യോ, റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയ്ഡ്. റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയ്ഡും റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റും 3 റിട്ടേൺസ് ഉണ്ട്. ഏതൊക്കെ 3 റിട്ടേൺസ്? റിട്ടേൺ ഓൺ ഇക്വിറ്റി റേഷ്യോ, റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയ്ഡ്, റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ്. 3 റിട്ടേൺസ്. ഏതൊക്കെ 3 റിട്ടേൺസ്? റിട്ടേൺ ഓൺ ഇക്വിറ്റി റേഷ്യോ, റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയ്ഡ്, റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ്. 2 ഡെറ്റ് ഉണ്ട്. ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ, ഡെറ്റ് സർവീസ് കവറേജ് റേഷ്യോ. ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ, ഡെറ്റ് സർവീസ് കവറേജ് റേഷ്യോ. 2 ട്രേഡ് റിസീവബിൾസ്. ട്രേഡ് ഉണ്ട്. ട്രേഡ് റിസീവബിൾസ് ടേൺ ഓവർ റേഷ്യോ, ട്രേഡ് പേയബിൾസ് ടേൺ ഓവർ റേഷ്യോ. 2 നെറ്റ് ഉണ്ട്. നെറ്റ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ, നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ. ഓക്കെ ആണോ? സോ എന്തൊക്കെയാണ് ഉള്ളത് ഒന്ന് നോക്കി ആലോചിച്ചിട്ട്. 2 റിട്ടേൺ ഉണ്ട്. 2 റിട്ടേൺ ഉണ്ട്. 2 ഡെറ്റ് ഉണ്ട്. 2 നെറ്റ് ഉണ്ട്. പിന്നെന്തോ 2 ഉണ്ടല്ലോ. 2 ട്രേഡ് ഉണ്ട്. എന്തൊക്കെയാ പറയുന്നത്? 3 റിട്ടേൺ ഉണ്ട്. എന്തൊക്കെയാ 3 റിട്ടേൺ? റിട്ടേൺ ഓൺ ഇക്വിറ്റി അല്ലെ, റിട്ടേൺ ഓൺ ഇക്വിറ്റി റേഷ്യോ, പിന്നെ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ്, റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയ്ഡ്. 2 നെറ്റ് എന്താണ്? നെറ്റ് പ്രോഫിറ്റ് ഓൺ നെറ്റ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ, നെറ്റ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ, പിന്നെ നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ. ട്രേഡ് പേയബിൾസ് ടേൺ ഓവർ റേഷ്യോ, ട്രേഡ് റിസീവബിൾസ് ടേൺ ഓവർ റേഷ്യോ, ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ, ഡെറ്റ് സർവീസ് കവറേജ് റേഷ്യോ. പിന്നെന്താണ് ഫസ്റ്റത്തെ എന്തായിരുന്നു? ക്യാപിറ്റൽ അല്ല, കറണ്ട് റേഷ്യോ അല്ലെ, കറണ്ട് റേഷ്യോ, പിന്നെ ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോ. ഇപ്പൊ തന്നെ എത്ര പോയിന്റ്സ്? 3, 4, 5, 6, 7, 8, 9, 10, 11, 11 പോയിന്റ്സ്. ഒന്നുകൂടി പറയാൻ പറ്റും നോക്കിയിട്ട്. ഫസ്റ്റ് 3 പോയിന്റ് എന്താണ്? റിട്ടേൺ വെച്ചിട്ട് അല്ലെ. റിട്ടേൺ വെച്ച് 3 പോയിന്റ് ഉണ്ട്. എന്തൊക്കെയാണ്? റിട്ടേൺ ഓൺ ഇക്വിറ്റി, റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ്, റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയ്ഡ്. 2 ഡെറ്റ് ഉണ്ട്. ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ, പിന്നെ ഡെറ്റ് ഓൺ സർവീസ് ചാർജ് റേഷ്യോ അല്ലെ, ഡെറ്റ് സർവീസ് കവറേജ് റേഷ്യോ. പിന്നെ നെറ്റ് വെച്ച് 2 ഉണ്ട് അല്ലെ. നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ, അതേപോലെ തന്നെ നെറ്റ് ക്യാപിറ്റൽ എംപ്ലോയ്ഡ് റേഷ്യോ അല്ലെ, നെറ്റ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ. പിന്നെ എന്താണ്? ട്രേഡ് വെച്ചിട്ട് ട്രേഡ് പേയബിൾ ടേൺ ഓവർ റേഷ്യോ, ട്രേഡ് റിസീവബിൾ ടേൺ ഓവർ റേഷ്യോ. പിന്നെ ഇതുള്ളത്, പിന്നെ ഒരു കറണ്ട് റേഷ്യോ ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോ ഉണ്ട്. സോ 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11. ഓക്കെ, 11 പോയിന്റ്സ്. സോ ഈ 11 പോയിന്റ്സ് പഠിക്കുക. ഈ രീതിയിൽ ആലോചിച്ചാൽ മതി. എന്തൊക്കെയാണ്? 3 റിട്ടേൺസ് ഉണ്ട്. 2 ട്രേഡ് പേയബിൾ ടേൺ ഓവറും ട്രേഡ് റിസീവബിൾ റേഷ്യോ ഉണ്ട്. അതേപോലെ തന്നെ 2 നെറ്റ് ക്യാപിറ്റലും നെറ്റ് പ്രോഫിറ്റും ഉണ്ട്. പിന്നെ 2 ഡെറ്റ് ഉണ്ട്. പിന്നെ ഒരു ഒന്നിനും കൊള്ളാത്തതായിട്ടുള്ള ഒരു കറണ്ട് റേഷ്യോ, ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോ ഉണ്ട്. അപ്പൊ ഈ കളറിനനുസരിച്ച് പഠിക്കുക. 3 മഞ്ഞയുണ്ട്, ഒരു 2 പച്ചയുണ്ട്, 2 നീലയുണ്ട്, 2 പർപ്പിൾ ഉണ്ട്, 2 പിങ്ക് ഉണ്ട്. അപ്പൊ ഈ കളർ അടിച്ചതനുസരിച്ച് പഠിച്ചാൽ മതി. ഓക്കെ ആണോടാ? ഫൈൻ ആണോ? യെസ്. നെക്സ്റ്റ് ഇസ് ഡീറ്റെയിൽസ് ഓഫ് ക്രിപ്റ്റോ കറൻസീസ് ഓർ വെർച്വൽ കറൻസി. നമുക്കറിയാം ഇപ്പൊ എല്ലാവരും ഈ എന്താണ് ബിറ്റ് കോയിൻസിലൊക്കെ പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്ന കൂട്ടത്തിലാണ്. സോ നമ്മൾ ഓഡിറ്റ് ചെയ്യുന്ന കമ്പനി ബിറ്റ് കോയിനിൽ എന്തെങ്കിലും പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അവർ റിപ്പോർട്ട് ചെയ്യണം, ചില ഡിസ്ക്ലോസ് ചെയ്യണം. എന്തൊക്കെയാണ് അവർ ഡിസ്ക്ലോസ് ചെയ്യുന്നത്? പ്രോഫിറ്റ് ഓർ ലോസ് ഓൺ ട്രാൻസാക്ഷൻസ് ഇൻവോൾവിംഗ് ക്രിപ്റ്റോ കറൻസി ഓർ വെർച്വൽ കറൻസി. ഈ ക്രിപ്റ്റോ കറൻസിയിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് അവർക്ക് ലാഭമോ നഷ്ടമോ വന്നിട്ടുണ്ടെങ്കിൽ അത് അവരെന്ത് ചെയ്യണം? റിപ്പോർട്ട് ചെയ്യണം. ഫസ്റ്റ് പോയിന്റ്. ഓക്കെ. സെക്കൻഡ് വൺ, എമൗണ്ട് ഓഫ് കറൻസി ഹെൽഡ് ആസ് അറ്റ് റിപ്പോർട്ടിംഗ് ഡേറ്റ്. ആസ് ഓൺ 31st March എത്ര എമൗണ്ട് ഓഫ് ബിറ്റ് കോയിൻ ആണ് അവർ ഹോൾഡ് ചെയ്യുന്നത്? ആസ് ഓൺ 31st March എത്ര എമൗണ്ട് ഓഫ് ബിറ്റ് കോയിൻ ആണ് അവർ ഹോൾഡ് ചെയ്യുന്നത്? തേർഡ് പോയിന്റ്, ഡെപ്പോസിറ്റ്സ് or advances from any person for the purpose of trading or investing. ഈ ക്രിപ്റ്റോ കറൻസി ട്രേഡിംഗ് ചെയ്യാനോ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാനോ ഇവർ ആർക്കെങ്കിലും പൈസ ഡെപ്പോസിറ്റ് വാങ്ങിയോ അഡ്വാൻസ് വാങ്ങിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ റിസൾട്ട്. സോ 3 കാര്യങ്ങളാണ് നമ്മളിവിടെ റിപ്പോർട്ട് ചെയ്യേണ്ടത്. ഒന്ന്, പ്രോഫിറ്റ് ഓർ ലോസ്. രണ്ടാമത്തെ എന്തായിരുന്നു? എമൗണ്ട് ഓഫ് ക്രിപ്റ്റോ അല്ലെ, എമൗണ്ട് ഓഫ് കറൻസി held as on reporting date. And last one, deposits or advances received by the company for the purpose of trading or investing in the cryptocurrency. So PAD. എന്താണ് PAD? അവിടെ എഴുതി വെക്കുക. PAD എന്താണ്? PAD എന്ന് പറഞ്ഞാൽ P for profit or loss on transactions involving cryptocurrencies. Second point is amount of currency held as on the reporting date. As on the reporting date, how much amount of bitcoins are we actually holding? As on third point is deposits or advances from any person, whether the company has actually received any deposit or advances from any person for the purpose of trading or investing in cryptocurrency. Am I clear to you? Yes, sir.
Yes, sir. Yes, sir. Now we will be learning cash and cash equivalents. Cash and cash equivalents. So, cash and cash equivalents? Very simple. You have to, the company has to disclose the cash and cash equivalents, classify as balance with banks, checks, drafts on hand, cash on hand, others. I think you are already learning this in your accounts, right? Accounts in the schedule 3 companies work in some. Yes. Earmarked balance with the banks should be separated, should be separately stated. Earmarked balances. If you are keeping some amount for a specific purpose, that should be separately set. Earmark trust in donation ട്രസ്റ്റിന്റെയും കോപ്പറേറ്റീവ് ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഒക്കെ ഓഡിറ്റ് ഓഫ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എന്റിറ്റീസിൽ ഈ ഒരു വാക്കുണ്ടായിരുന്നു ഇയർമാർക്ഡ് ബാലൻസ് നോട്ട് അല്ലെ. ഇയർമാർക്ഡ് ബാലൻസ് ഓഫ് ബാലൻസ് വിച്ച് ഹാസ് ബീൻ മാർക്ഡ് ഫോർ എ സ്പെസിഫിക് പർപ്പസ്. ഓക്കെ, സേ ഫോർ എക്സാമ്പിൾ ഇപ്പം നമുക്കറിയാം ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്ത് 30 ദിവസമായിട്ട് ആർക്കും കൊടുത്തിട്ടില്ലെങ്കിൽ പിന്നീട് ആ പൈസ എങ്ങോട്ടൊക്കെ ട്രാൻസ്ഫർ ചെയ്യണം, ഒരു ഷെഡ്യൂൾഡ് ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ആ പൈസ എന്ത് പൈസയാണ്? അൺപെയ്ഡ് ഡിവിഡൻഡ് ആണ് അല്ലെ. സോ ആ പൈസ നമുക്ക് വേറെ എന്തെങ്കിലും പർപ്പസ് യൂസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഇറ്റ്സ് കോൾഡ് ഇയർമാർക്ഡ് ബാലൻസസ്. ഓക്കെ, സോ ബാങ്കിൽ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്ത പൈസ ഫോർ എ പെർട്ടിക്കുലർ പർപ്പസ്, സച്ച് പൈസ ഈസ് നോൺ ആസ് earmarked balances. Okay, so earmarked balances with the bank should be separately stated. Earmarked balances with the banks should be separately stated. Earmarked balances with the bank should be separately stated. Balances with banks to the extent held as margin money or security against the borrowings, guarantees or other commitments should be disclosed separately. Balance with the bank to the extent held as margin money അല്ലെങ്കിൽ security against the borrowings. So sometimes company has taken some money, say for minimum ഇത്ര പൈസ ഹോൾഡ് ചെയ്യണം, മാർജിൻ മണി മിനിമം ഇത്ര രൂപയെങ്കിലും ഉണ്ടായേ പറ്റൂ അക്കൗണ്ടിൽ. സോ അങ്ങനെ എന്തെങ്കിലും പൈസ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ FD വെച്ചിട്ടുണ്ട് ബാങ്കിൽ, അതിന് അഗേൻസ്റ്റ് ലോൺ എടുത്തിട്ടുണ്ട്, അങ്ങനത്തെ വല്ല കാര്യങ്ങളുണ്ടെങ്കിൽ you should separate them disclosely. You should disclose them separately. Okay ആണോടാ? Okay ആണോ? Okay, balance with the bank to the extent held as margin money or security against the borrowings, guarantees or other commitments shall be disclosed separately. Repatriation restriction, അതായത് പൈസ എടുക്കാൻ പറ്റാത്ത അവസ്ഥ, repatriation restriction if any in respect of cash and bank balance shall be separated strictly. അക്കൗണ്ടിൽ പൈസ ഉണ്ട് പക്ഷെ എനിക്ക് എടുക്കാൻ പറ്റാത്ത അവസ്ഥ. ഓക്കെ, repatriation restriction എന്ന് പറഞ്ഞാൽ പൈസ വിഡ്രോ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. ഓക്കെ, പിന്നെ ബാങ്ക് ഡെപ്പോസിറ്റ്സ് with more than 12 months maturity shall be disclosed. If you are having some FD fixed deposit with more than 12 months maturity, ഒരു വർഷത്തിൽ കൂടുതലായിട്ട് ഒരു വർഷം കഴിഞ്ഞിട്ട് മാത്രമേ പൈസ എടുക്കാൻ പറ്റൂ, മെച്ചോർഡ് ആവും. ഓക്കെ, with more than 12 months maturity shall be disclosed separately. ഓക്കെ ആണോ? സോ എന്തൊക്കെയാണ് അവിടെ പറഞ്ഞത് ഒന്നുകൂടി ഞാൻ പറയാം, ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കാം. ഓക്കെ, ഒന്നുകൂടി ഞാൻ ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തുതരാം, ശ്രദ്ധിച്ച് കേൾക്കാം. സോ ഫസ്റ്റ് എന്താ പറഞ്ഞത്? ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വാലൻസ് നമ്മൾ എന്താ റിപ്പോർട്ട് ചെയ്യുന്നത്? ഫസ്റ്റ് എന്താ റിപ്പോർട്ട് ചെയ്യുന്നത്? ഫസ്റ്റ് ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വാലൻസിന്റെ നമ്മുടെ ഷെഡ്യൂൾ 3 പ്രകാരം സംഭവം കാണിക്കുക. എന്താണ്? ബാലൻസ് വിത്ത് ബാങ്ക് എത്രയാണ്, ക്യാഷ് ഓൺ ഹാൻഡ് എത്രയാണുള്ളത്, ചെക്ക് എത്രയുണ്ട്, ചെക്ക് ഓൺ ഹാൻഡ്സ് എത്രയുണ്ട്, അതേപോലെ തന്നെ അതേഴ്സ്. ഓക്കെ, പിന്നെ ഇയർമാർക്ഡ് ബാലൻസ്. എന്താ ഇയർമാർക്ഡ് ബാലൻസ് എന്ന് പറഞ്ഞാൽ? ഇയർമാർക്ഡ് ബാലൻസ് പറഞ്ഞാൽ നമ്മൾ വി ഡെപ്പോസിറ്റ് certain amount with the bank with a specific purpose, for a specific purpose. We can't use that money for some other purpose. The amount has been deposited with a specific purpose. Such fund is known as earmarked fund. Example, unpaid dividend. We learned in section 123 of Companies Act, like once the company has declared the dividend within 30 days, you have to pay. If you are not able to pay within 30 days, next within 7 days, you have to transfer this fund to unpaid dividend account in a scheduled bank. If not, 12% rate of interest. Yes, such a paisa deposit other earmarked fund. That fund can be utilized only for the payment of dividend. So such fund should be properly disclosed. Okay, but a balance with banks to the extent held as margin money, security against borrowings, guarantees, commitments shall be disclosed. അതായത് നിങ്ങൾ ബാങ്കിലേക്ക് കുറച്ച് മാർജിൻ മണി കൊടുത്തിട്ടുണ്ട്. ഞാൻ ഓഡിറ്റ് ചെയ്യുന്ന കമ്പനി ബാങ്കിലേക്ക് മാർജിൻ മണി കൊടുത്തിട്ടുണ്ട്. എന്താ മാർജിൻ മണി? ലോൺ എടുത്തിട്ടുണ്ട്, ലോൺ അഗേൻസ്റ്റ് മാർജിൻ കുറവാണെങ്കിൽ മാർജിൻ മണി ഡെപ്പോസിറ്റ് ചെയ്യും അല്ലെ. അല്ലെങ്കിൽ സെക്യൂരിറ്റി കൊടുത്തിട്ടുണ്ട്, ബോറോയിങ്സ് അഗേൻസ്റ്റ് സെക്യൂരിറ്റി കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഗ്യാരണ്ടി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ എന്തെങ്കിലും പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഗ്യാരണ്ടി ആയിട്ട് കുറച്ച് പൈസ ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് ബി ഡിസ്ക്ലോസ്ഡ് സെപ്പറേറ്റ്ലി. പിന്നെ ഫൈനലി എന്താ പറയുക? റിപ്പാട്രിയേഷൻ റെസ്ട്രിക്ഷൻ. എന്താ റിപ്പാട്രിയേഷൻ? എന്റെ അക്കൗണ്ട് പൈസ ഉണ്ട് പക്ഷേ ഐ കാൻ വിഡ്രോ. സോ അങ്ങനത്തെ വല്ല റെസ്ട്രിക്ഷൻസ് ഉണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് ബി സെപ്പറേറ്റ്ലി ഡിസ്ക്ലോസ്ഡ്. Then what? Bank deposit with more than 12 months maturity should also be disclosed separately. And the final topic in this particular category is loans granted to the promoters. Loans granted to the
promoters. So even the company we are auditing has granted some loans to its promoters. First, you have to disclose who are the type of borrowers. Promoters എത്ര കൊടുത്തു, directors എത്ര കൊടുത്തു, KMP, key manager person, related parties എത്ര കൊടുത്തു. Okay, amount of loan or advance in the nature of loans outstanding. As loan എത്ര amount കൊടുത്തിട്ടുണ്ട്, percentage of total loan and advances in the nature of loan. Total loan ന്റെ എത്ര percentage of loan ആണ് promoters കൊടുത്തിട്ടുള്ളത്. Say for example, company has given total amount of 100 CR loan to people. A 100 CR, another 20 CR was given to these people. Okay, so what is the percentage of the total loan and advance in the nature of loan? 20%. Out of 100 CR loan, 20 crore loan was given to the promoters. Again, the percentage of the total loans and advances in the nature of loan should be reported. Am I clear to you? Yes, this is all about our important disclosures. So we learn right now CSR, stock of companies, Benami property, loans granted to promoters, follow certain ratios, details of cryptocurrency, cash and cash equivalents. So these topics, these are all disclosures. Exam CSR already choichu. CSR disclosure. It already choichu, but it can be asked again. Okay, relationship with stock of companies, MTP chance. Benami property already examined ചോദിച്ചതാണ്, വീണ്ടും ചോദിക്കാം. ഇതൊന്നും ബാക്കിയൊന്നും ചോദിക്കാം. Cash and cash equivalents എന്തൊക്കെ ratios ആണ്, ഇത് വീണ്ടും ചോദിക്കാം. Cryptocurrency already ചോദിച്ചതാണ്, വീണ്ടും ചോദിക്കാം. Okay, so cryptocurrency കുറിച്ച് പറയുമ്പോൾ പാഡിനെ കുറിച്ച് ആലോചിച്ചു. എന്താ പാഡ്? Profit and loss account, amount of currency, default deposits or advances from any person for the purpose of investment in cryptocurrency or virtual currency. Okay, ആണോടാ? പാഡിനെ കുറിച്ച് ആലോചിച്ചാൽ മതി. Fine ആണോടാ? Yes. So this is all about this topics on important disclosures. Tomorrow we will be starting with P&L account items. Okay, so watch these videos. If you are having any doubt, you know what you are supposed to do, WhatsApp me. Okay, fine. Signing off. See you Sanjay. Thank you.